അങ്ങനെ ഇനി ഏതാനും ദിവസങ്ങളുടെ കാത്തിരിപ്പ് മാത്രമേ ഉള്ളൂ iOS 18 നമ്മളുടെ എല്ലാ ഡിവൈസുകളിലേക്ക് ഒഫീഷ്യലായിട്ട് അപ്ഡേറ്റ് വരാൻ. നിലവിൽ നമുക്കറിയാം iOS 18 സപ്പോർട്ട് ചെയ്യുന്ന ഡിവൈസുകൾ എന്ന് പറയുന്നത് iPhone XS മുതൽ ഇപ്പോൾ നിലവിൽ റിലീസ് അയക്കുന്ന ഡിവൈസുകൾ എന്ന് പറയുന്നത് iPhone 15 സീരീസാണ്. അടുത്ത ആഴ്ച അതായത് സെപ്റ്റംബർ 9 iPhone 16 സീരീസ് അല്ലെങ്കിൽ 16 ലൈനപ്പ് ആപ്പിൾ റിലീസ് ചെയ്യുന്നത്, ഒഫീഷ്യലി അനൗൺസ് ചെയ്യുന്നത്. സോ അടുത്ത ആഴ്ചയോടെ നമുക്ക് ലേറ്റസ്റ്റ് ഡിവൈസ് വരാൻ പോകുന്നത് iPhone 16 Pro Max ആയിരിക്കും. അപ്പോൾ XS മുതൽ iPhone 16 Pro Max വരെയുള്ള എല്ലാ ഡിവൈസുകളിലും നമുക്ക് iOS 18 സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. കറന്റ് iOS ഉള്ളത് ബെയ്റ്റയിലാണ്. ഒന്ന് ഡെവലപ്പർ ബീറ്റ, മറ്റൊന്ന് പബ്ലിക് ബീറ്റ. ഈ ഒരു ബെയ്റ്റയിൽ തന്നെ രണ്ട് ഡിഫറെൻറ്റ് രീതിയിലാണ് iOS 18 ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിൽ iPhone 15 Proയിലും 15 Pro Maxലും മാത്രമേ ഉള്ളൂ നമുക്കറിയാം ആപ്പിൾ ഇൻ്റലിജൻസ് വന്ന ആ ഒരു AI പവേർഡ് ആയിട്ടുള്ള ആ ഒരു ഫങ്ഷനാലിറ്റി അല്ലെങ്കിൽ ഫീച്ചർ വർക്കാകത്തുള്ളൂ. അങ്ങനെ iOS 18ഉം 18.1 എന്ന് പറയുന്ന രണ്ട് ബെയ്റ്റാസാണ് നിലവിലുള്ളത്. സോ നിങ്ങളിപ്പം ബെയ്റ്റയിലാണ് റൺ ചെയ്യുന്നതെങ്കിൽ, നിങ്ങളുടെ ഡിവൈസുകളിൽ നിങ്ങൾ iOS 18 ബെയ്റ്റ ആണ് റൺ ചെയ്യുന്നതെങ്കിൽ പേടിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് പബ്ലിക് റിലീസ് അടുത്ത ആഴ്ച വരുമ്പം നമുക്ക് എല്ലാവർക്കും ഇൻസ്റ്റാൾ ചെയ്യാം. അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ വളരെ വ്യക്തമായിട്ട് ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ നെക്സ്റ്റ് വീക്ക് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ iOS 18.1ൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ആയിട്ടുള്ള ബെയ്റ്റ 3ൽ വന്നിരിക്കുന്ന പുതിയ ഫീച്ചേഴ്സ്, എസ്പെഷ്യലി കോൾ റെക്കോർഡിങ്, ആപ്പിൾ ഇൻ്റലിജൻസ് ഫീച്ചർ, അതോടൊപ്പം തന്നെ ഫോട്ടോസ് ആപ്പിൽ വന്നിരിക്കുന്ന ക്ലീൻ അപ്പ് എന്ന് പറയുന്ന ആ ഒരു ഫീച്ചർ, ഇതിനെപ്പറ്റിയൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. സോ ദിസ് ഇസ് മീ മിലൻ ആൻഡ് വെൽക്കം ബാക്ക്. അപ്പോൾ ഈ ഒരു അപ്ഡേറ്റ് നമുക്ക് ലഭിച്ചത് 1 GB അടുത്താണ്. 1 GB അടുത്തെന്ന് പറയുമ്പം 906 MB ആണ്. പിന്നീടുള്ളത് മോണം ഫെവർ ആണ്. അപ്പം നെറ്റ്വർക്ക് സംബന്ധമായിട്ടുള്ള അപ്ഡേറ്റുകൾ എന്തെങ്കിലും വന്നിട്ടുണ്ടോ എന്നറിയാൻ ഇത് ബെയ്റ്റ 2ൻ്റെ മോണം ഫെവർ ആണ്, 2.16.00 എന്നുള്ളത്. എന്നാൽ ഇതിൻ്റെ പുതിയ മോണം ഫെവർ എന്ന് പറയുന്നത് 2.20.00 എന്നുള്ളതാണ്. അപ്പം മോണം ഫെവർ ചേഞ്ചസ് വന്നിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ പ്രീവിയസ് അപ്ഡേറ്റിൽ നിങ്ങൾക്ക് നെറ്റ്വർക്ക് സംബന്ധമായിട്ടുള്ള ബ്ലൂടൂത്ത് കണക്ടിവിറ്റി, മൊബൈൽ ഡാറ്റ, നെറ്റ്വർക്ക് ഇഷ്യൂസ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു അപ്ഡേറ്റിൽ അവർ അത് അഡ്രസ്സ് ചെയ്തിട്ടുണ്ട്. ഫൈനലി വേർഷൻ നമ്പർ നിങ്ങൾക്കിടെ കാണാവുന്ന പോലെ 22B5034E എന്നുള്ളതാണ്. അപ്പോൾ ഇതിലെ ഏറ്റവും ആദ്യത്തെ ചേഞ്ച് എന്ന് പറയുന്നത് സമ്മറീസ്. നമ്മൾ ആ ഒരു iOS 18ൻ്റെ ഇവൻറ്റ് വീഡിയോ കണ്ടപ്പം മനസ്സിലാക്കിയ ഒരു കാര്യമാണ്, ആപ്പിൾ നോട്ടിഫിക്കേഷൻസിൽ ഒരു പുതിയ സമ്മറീസ് എന്ന് പറഞ്ഞ ഫീച്ചർ കൊണ്ടുവരുന്നുണ്ട്. അതാണ് സമ്മറീസ് പ്രിവ്യൂ. ഈ ഒരു സെറ്റിംഗ്സിൽ നിങ്ങൾ പോകുമ്പോൾ കാണാം സമ്മറി കണ്ടന്റ് ഇൻ ഡയറക്റ്റ് മെസ്സേജ് ആൻഡ് ഗ്രൂപ്പ് ഓഫ് നോട്ടിഫിക്കേഷൻ, മേക്കിംഗ് ദം മോർ ക്ലിയർ ആൻഡ് ഈസി ടു റീഡ്. സമ്മറി ആക്യുറസി മേ വേരി ബേസ്ഡ് ഓൺ കണ്ടന്റ്. അപ്പോൾ ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ, ഇത് ഈ നോട്ടിഫിക്കേഷൻ സെൻറ്ററിൽ നമ്മളിപ്പം ഏതെങ്കിലും സ്പെസിഫിക് ആപ്ലിക്കേഷൻ നിങ്ങളിവിടെ കാണാം, ഗ്രോ ആപ്പ്, സ്വിഗ്ഗി, റെഡിറ്റ്, ജിമെയിൽ, ഈ നോട്ടിഫിക്കേഷൻസ് എല്ലാം തന്നെ AI ബേസ്ഡ് അല്ലെങ്കിൽ ആപ്പിൾ ഇൻ്റലിജൻസ് ബേസ്ഡ് ആയിട്ടുള്ള സമ്മറി പ്രിവ്യൂ ആണ് നിങ്ങൾ ഈ കാണുന്നത്. അതുകൊണ്ടാണ് സൈഡിൽ നിങ്ങൾക്ക് അവിടെ ഒരു ഐക്കൺ കാണാൻ സാധിക്കും, ഒരു ആരോ വളഞ്ഞ് ഇരുന്നിട്ട് അതിൻ്റെ മുകളിൽ 2 ബാറുള്ളത്. സോ ഇത് റെപ്രസെൻ്റ് ചെയ്യുന്നത് ഈ ഒരു AI ബേസ്ഡ് ആയിട്ടുള്ള സമ്മറീസിനെ പറ്റിയാണ്. ഈ ഒരു സമ്മറീസിൻ്റെ പ്രത്യേകത, ഈ നോട്ടിഫിക്കേഷൻസിലേക്ക് ടാപ്പ് ചെയ്യാതെ അല്ലെങ്കിൽ അത് എക്സ്പാൻഡ് ചെയ്യാതെ തന്നെ നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുന്ന രീതിയിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ അങ്ങനെ കണ്ടൻറ്റുകളെ ബേസ് ചെയ്തിട്ടുള്ള ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് നോട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ AI ബേസ്ഡ് സമ്മറിയാണ് നമ്മുടെ ഈ ഒരു ആപ്പിൾ ഇൻ്റലിജൻസ് സമ്മറി. ഇപ്പോൾ ഇവിടെ തന്നെ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പം സ്വിഗ്ഗിയുടെ ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ സ്വിഗ്ഗിയിൽ തന്നെ പല ടൈപ്പ് ഓഫ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ഇത്രയും നോട്ടിഫിക്കേഷൻസ് ഉണ്ട്. ഇതെല്ലാം കൂടെ സമ്മറൈസ് ചെയ്തിട്ടാണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടും വേണ്ടപ്പെട്ടതായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി അനലൈസ് ചെയ്തിട്ട് അതിൻ്റെ ഹെഡിങ് ആയിരിക്കും ഇവിടെ കൊടുക്കുന്നത്. രണ്ടാമത് സെറ്റിംഗ്സിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാം iPhone 15 Pro 15 Pro Max ഡിവൈസുകളിൽ മാത്രമാണ് ആപ്പിൾ ഇൻ്റലിജൻസ് ആൻഡ് സിറി എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കത്തുള്ളൂ. ഇവിടെ ആപ്പിൾ ഇൻ്റലിജൻസിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു ഫീച്ചറാണ് കോൾ റെക്കോർഡിങ്. അപ്പോൾ കോൾ റെക്കോർഡിങ് ഇവിടെ വളരെ ആക്റ്റീവാണ്. നമ്മൾ കോൾ ചെയ്ത് കഴിയുമ്പം സൈഡിൽ നിങ്ങൾക്ക് കാണാം ഇവിടെ ഒരു റെക്കോർഡ് ഓപ്ഷൻ. ഇതാണ് ഈ ഒരു കോൾ റെക്കോർഡിങ്ങിൻ്റെ സിമ്പിൾ അല്ലെങ്കിൽ ഐക്കൺ. അതിൽ നിങ്ങൾ ടാപ്പ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇവിടെ കാണാം ഒരു അനൗൺസ്മെൻറ്റ് കൊടുക്കും, അതായത് കോൾ വിൽ ബി റെക്കോർഡഡ് എന്ന് പറഞ്ഞാൽ അത് സ്റ്റാർട്ടായി കഴിയുമ്പോൾ നമുക്കിവിടെ കോൾ റെക്കോർഡിങ് സ്റ്റാർട്ടാകുന്നതാണ്. അപ്പോൾ തന്നെ നമുക്ക് ഈ ലൈവ് ട്രാൻസ്ക്രിപ്ഷൻ ഉള്ളതുകൊണ്ട് തന്നെ നിങ്ങളുടെ നോട്ട്സിൻ്റെ ഒരു പോപ്പപ്പ് അല്ലെങ്കിൽ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. ഈ ഒരു കോൾ റെക്കോർഡിംഗ് സത്യം പറഞ്ഞാൽ ഒരു ലൈറ്റ് ഫീച്ചറാണ്. ഏത് ഡിവൈസിലും, ഇപ്പം iPhone XS മുതലുള്ള ഡിവൈസിൽ വരെ നമുക്കിത് സിമ്പിളായിട്ട് റൺ ചെയ്യാൻ പറ്റും സത്യം പറഞ്ഞാൽ. പക്ഷേ ആപ്പിൾ ഇതിനെ കോംപ്ലിക്കേറ്റഡ് ആക്കി. എന്തിനാണെന്ന് വെച്ചാൽ ഇതിനകത്ത് ലൈവ് ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞ ഫീച്ചർ ഇൻക്ലൂഡ് ചെയ്ത് ഇതിനെ കോംപ്ലിക്കേറ്റഡ് ആക്കി. അതുകൊണ്ട് മാത്രം ഈ ഒരു കോൾ റെക്കോർഡിംഗ് ഫംഗ്ഷനാലിറ്റി ഇപ്പം iPhone 15 സീരീസിൽ മാത്രം, 15 Pro 15 Pro Max ഡിവൈസുകളിൽ മാത്രമേ ഉള്ളൂ. വൺസ് ഈ ഒരു കോൾ റെക്കോർഡിംഗ് കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ ഇതുപോലൊരു പോപ്പപ്പ് വരും. ഇതെന്തിനാന്ന് വെച്ചാൽ നമ്മുടെ കോൾ റെക്കോർഡിംഗ് സേവ് ചെയ്യുന്നത് നോട്ട്സിലാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളിപ്പം നോട്ട്സ് ആപ്പ് ഓപ്പൺ ചെയ്താൽ നിങ്ങൾക്ക് ഇവിടെ കാണാം ക്വിക്ക് നോട്ട്സ്, അതിൻ്റെ തൊട്ട് താഴെയായിട്ട് കോൾ റെക്കോർഡിംഗ് എന്ന് പറഞ്ഞ ഫീച്ചർ. പിന്നീട് ഇതിൽ ഇംപ്രൂവ് ചെയ്ത ആപ്പിൾ ഇൻ്റലിജൻസിൻ്റെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ ബീറ്റ 1ലും 2ലും സംസാരിച്ച സെയിം കാര്യമാണ്. അതായത് നമ്മളുടെ ഈ ഒരു റൈറ്റിംഗ്, അതായത് റൈറ്റിംഗ് ടൂൾ എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ,
ഇതിൽ നമുക്കിപ്പോൾ കാണാം ഫ്രണ്ട്ലി, പ്രൊഫഷണൽ, കൺസൈസ് എന്ന് പറയുന്ന കുറച്ച് ഓപ്ഷൻ ഉണ്ട്. ഇത് ബീറ്റ 1 ഉണ്ടായതിനേക്കാൾ കുറച്ചും കൂടി ഇപ്പം ബെറ്റർ ആയിട്ടുണ്ട്. നമുക്ക് കാര്യങ്ങളൊക്കെ ടൈപ്പ് ചെയ്യുന്നതിനും റീഅറേഞ്ച് ചെയ്യുന്നതിനും അല്ലെങ്കിൽ ഫ്രേസുകളൊക്കെ റീഫ്രെയിം ചെയ്യുന്നതിനും കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് ഇനി മെസ്സേജ് അയക്കുമ്പോഴോ അല്ലെങ്കിൽ ഒരാൾക്ക് മെയിൽ സെൻഡ് ചെയ്യുമ്പോഴോ നിങ്ങൾക്ക് വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ള രീതിയിലോ അല്ലെങ്കിൽ ഫ്രണ്ട്ലി ആയിട്ടുള്ള രീതിയിലോ ഈവൻ പ്രൂഫ് റീഡിങ്ങും റീറൈറ്റ് അങ്ങനെ നമുക്ക് വേണ്ട അത്യാവശ്യം വേണ്ട കാര്യങ്ങളെല്ലാം തന്നെ ഇപ്പം ആപ്പിൾ ഇൻ്റലിജൻസിൻ്റെ ഭാഗമായിട്ട് iOS 18.1 അപ്ഡേറ്റിലുണ്ട്. പിന്നെയാണ് കാത്തിരുന്ന ആ ഒരു ചേഞ്ച് അല്ലെങ്കിൽ ആ ഒരു ഫീച്ചർ ഇപ്പം ഫോട്ടോസ് ആപ്പിൽ വന്നിട്ടുണ്ട്. അതാണ് ക്ലീനപ്പ് എന്ന് പറഞ്ഞ ഫീച്ചർ നമുക്ക് ആൻഡ്രോയിഡ് ഡിവൈസുകളിലൊക്കെ സാംസങ്ങും ഗൂഗിളും ഒക്കെ നേരത്തെ കൊണ്ടുവന്ന അവരുടെ AI ബേസ്ഡ് ആയിട്ടുള്ള ഫോട്ടോസിൽ നിന്ന് നമുക്ക് അൺവാണ്ടഡ് ആയിട്ടുള്ള സബ്ജക്റ്റുകളെ റിമൂവ് ചെയ്യാനുള്ള ഫീച്ചറാണ്. അതാണ് ആപ്പിളിൻ്റെ ക്ലീനപ്പ് എന്ന് പറയുന്നത്. നമ്മൾ ഈ ഒരു എഡിറ്റിംഗ് ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ താഴെ നിങ്ങൾക്ക് കാണാം ക്ലീനപ്പ് എന്ന് പറയുന്നൊരു അഡീഷണൽ ഓപ്ഷൻ. അപ്പോൾ ഇത് നമ്മൾ ഇപ്പോൾ ഞാൻ ഈ ഒരു ഫോട്ടോ ആണ് സെലക്ട് ചെയ്തത്. ഇതിൽ നിങ്ങൾക്ക് ഇവിടെ കാണാം ആ ഒരു ആരോ മാർക്കിൻ്റെ സൈഡിലായിട്ട് വേറൊരു പോസ്റ്റ് വന്നേക്കുന്നത്. ആ ഒരു പോസ്റ്റ് എനിക്ക് റിമൂവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഞാൻ സൂമിൻ ചെയ്തു, മാക്സിമം എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ സൂമിൻ ചെയ്തു. അതിനുശേഷം ക്ലീനപ്പിൻ്റെ ഓപ്ഷനിൽ ടാപ്പ് ചെയ്യുക. ടാപ്പ് ചെയ്തതിന് ശേഷം ഞാനിത് ഇവിടെ അങ്ങ് ഇറേസ് ചെയ്ത് കൊടുക്കുവാണ്. ഇവിടെ ഞാനിതിങ്ങനെ ഇറേസ് ചെയ്ത് സെലക്ട് ചെയ്ത് കൊടുക്കുന്ന പോലെ കൊടുത്തു കഴിയുമ്പോൾ നിങ്ങൾ കാണാം കംപ്ലീറ്റ്ലി അവിടുന്ന് ആ പോസ്റ്റേ പോയി. കുറച്ച് ഇൻപെർഫെക്ഷൻസ് അവിടെ ഇവിടെയൊക്കെ ചെറുതായിട്ട് എനിക്ക് വിസിബിൾ ചെയ്യുന്നുണ്ട്. ഇവിടെ താഴെ ആ പോസ്റ്റ് കംപ്ലീറ്റ്ലി റിമൂവ് ആയിട്ടില്ലായിരുന്നു. ഇപ്പം കാണാം കംപ്ലീറ്റ്ലി അവിടെ അങ്ങനെ ഒരു പോസ്റ്റ് ഉണ്ടെന്ന് പോലും നമുക്കറിയത്തില്ല. ആ രീതിയിൽ ഈ ഒരു ക്ലീനപ്പ് എന്ന് പറഞ്ഞാൽ ടൂൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. അതാണ് ഈ ഒരു ക്ലീനപ്പ് ഫീച്ചർ. ഇതുപോലെ ഓരോ സബ്ജക്റ്റുകളെയും അതിപ്പോൾ നമ്മളുടെ ഒരു ഗ്രൂപ്പ് ഫോട്ടോ അല്ലെങ്കിൽ പോർട്രേറ്റ് ഫോട്ടോ അതിൽ അൺവാണ്ടഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ തന്നെ ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് മേളിലൊരു സംഭവം കാണാൻ സാധിക്കും. ഞാൻ ക്ലീനപ്പിൻ്റെ ഓപ്ഷനിൽ പോയിട്ട് ഇത് മൊത്തം അങ്ങനെ ഞാൻ വരച്ചു കൊടുക്കുകയാണ്. ജസ്റ്റ് ഞാനിതങ്ങ് മൊത്തം വരച്ചു കൊടുക്കണം. ചില സമയങ്ങളിൽ ഇതിന് ബഗ്ഗും കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടായിരുന്നു. യൂസ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ഇത് ബഗ് അടിക്കാറുണ്ട്. നിങ്ങൾക്ക് കാണാം ആ റിഫ്ലക്ഷൻ പ്രോപ്പറായിട്ട് തന്നെ റിമൂവ് ചെയ്തു. അങ്ങനെ ഒരു റിഫ്ലക്ഷൻ അവിടെ ഉണ്ടെന്ന് പോലും നമുക്കിപ്പോൾ പറയാൻ സാധിക്കത്തില്ല. അപ്പം ചില സാഹചര്യങ്ങളിൽ അല്ലെങ്കിൽ ചില സിറ്റുവേഷൻസിൽ ഇത് ബെറ്ററായിട്ട് അത് പ്രോപ്പറായിട്ട് തന്നെ ഫങ്ഷൻ ചെയ്യുന്നു. ഇത് ഇനിയും ബെറ്റർ ആകാനുണ്ട്. ചില ടൈമുകളിൽ അതിനനുസരിച്ചുള്ള പോരായ്മകൾ ഇതിൽ വിസിബിളാണ്. പക്ഷേ ഇപ്പം ഞാൻ ചെയ്ത സമയത്ത് വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് സബ്ജക്റ്റുകളെ റിമൂവ് ചെയ്യാൻ സാധിച്ചു. പിന്നീട് വന്ന മാറ്റം എന്ന് പറയുന്നത് മെസ്സേജസിനകത്ത് നമുക്ക് സ്റ്റിക്കേഴ്സ് ഇപ്പം ഇൻലൈനായിട്ട് ആക്സസ് ചെയ്യാം. അതായത് ഇമോജിക്കകത്ത് ആക്സസ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഇൻലൈനായിട്ട് സ്റ്റിക്കേഴ്സും നമുക്കിപ്പം ഇടകലർന്ന് ആക്സസ് ചെയ്യാൻ സാധിക്കും. അതിനുവേണ്ടി സ്റ്റിക്കേഴ്സിന് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ആ ഒരു ടാബിലേക്ക് നിങ്ങൾ പോകേണ്ട ആവശ്യമില്ല. ഇമോജിക്കകത്ത് തന്നെ നമുക്ക് ഈ ഒരു ഫേവറേറ്റ് ഓപ്ഷനിലോ അല്ലെങ്കിൽ ഇൻലൈനായിട്ട് സ്റ്റിക്കേഴ്സും നമുക്കിപ്പം യൂസ് ചെയ്യാൻ സാധിക്കും. ഇതൊക്കെ ഞാൻ ക്രിയേറ്റ് ചെയ്ത സ്റ്റിക്കേഴ്സാണ്. ഇതൊക്കെ നമുക്ക് ഇപ്പോൾ വന്ന് ഇതിൻ്റെ കൂട്ടത്തിൽ ഈ ഒരു ഇമോജിയുടെ കൂട്ടത്തിൽ ഇൻലൈനായിട്ട് ആക്സസ് ചെയ്യാനും യൂസ് ചെയ്യാനും ഈ ഒരു iOS 18.1 ബീറ്റ 3 സാധിക്കുന്നതാണ്. പിന്നെ മ്യൂസിക് ആപ്പിനകത്ത് തരക്കേടല്ലാത്ത ചെറിയൊരു ആനിമേഷൻ ചേഞ്ച് മ്യൂസിക്കിലും പോഡ്കാസ്റ്റിലും ഓൾമോസ്റ്റ് സിമിലർ ആയിട്ടുള്ള ചേഞ്ച് വന്നിട്ടുണ്ട്. ഇപ്പം ബീറ്റ 8 ആണ്, iOS 18 ബീറ്റ 8 ആണ് ഇതിൽ കാണുന്നത്. ഇത് ബീറ്റ 3 ആണ് 18.1. ഇപ്പം ഞാനിവിടെ ഈ ഒരു റീസെൻ്റ്ലി പ്ലേഡ് നമ്മുടെ ഈ ഒരു ആൽബം ഞാൻ ടാപ്പ് ചെയ്ത് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ആനിമേഷൻ ശ്രദ്ധിച്ചോണം. ഒരിടത്ത് ഇങ്ങനെയാണ് പോപ്പപ്പ് ആയാണ് വരുന്നത്, ഒരിടത്ത് സൈഡിൽ നിന്ന് കയറി വരുവാണ്. സോ അങ്ങനെ ഒരു ചെറിയ ആനിമേഷൻ ഡിഫറൻസ് അല്ലെങ്കിൽ അപ്ഡേറ്റ് ആപ്പിൾ ഈ ഒരു iOS 18 ഇപ്പോൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതേ സെയിം ചേഞ്ച് നമ്മുടെ പോഡ്കാസ്റ്റ് ആപ്പിലും ആപ്പിൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ കഴിഞ്ഞ അപ്ഡേറ്റിൽ നിന്ന് ഇമ്പ്രൂവ് ആയ ചില കാര്യങ്ങൾ, ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് കസ്റ്റമൈസേഷൻ. ഈ ഒരു നമ്മൾ ഹോം സ്ക്രീൻ കസ്റ്റമൈസ് ചെയ്തേക്കുന്നത് കുറേ ആൾക്കാർ മെസ്സേജ് അയച്ചും കമൻസ് ആയാലും ചോദിക്കുന്നതാണ് ഇതെങ്ങനെയാണ് ഈ ഐക്കൺസ് ഒക്കെ മാറ്റിയെന്നുള്ളത്. നമുക്കിപ്പം iOS 18 സെൽഫായിട്ടുള്ള കസ്റ്റമൈസേഷൻ ഓപ്ഷൻ, ഈ കസ്റ്റമൈസ് എന്ന ഓപ്ഷനിലേക്ക് പോയി കഴിഞ്ഞാൽ ഐക്കൺസോ തീമോ കംപ്ലീറ്റ് കാര്യങ്ങൾ നിങ്ങൾക്കിപ്പോൾ മാറ്റാൻ സാധിക്കും. അത് നമ്മുടെ ഹോം സ്ക്രീനിലെ മാത്രമല്ല ലോക്ക് സ്ക്രീനിലെയും ഐക്കൺസുകൾ അല്ലെങ്കിൽ വിജിറ്റുകൾ എല്ലാം ചേഞ്ച് ചെയ്യാൻ സാധിക്കും. അതിനെപ്പറ്റി ഒരു ഡെഡിക്കേറ്റഡ് വീഡിയോ നമ്മൾ താമസിക്കാതെ iOS 18 റിലീസിന് ശേഷം ചെയ്യുന്നതായിരിക്കും. ഇതിനൊക്കെ ഒരു സ്റ്റെബിലിറ്റി, ഇപ്പം ആദ്യം തുടക്ക സമയത്തൊക്കെ പലതും പല പ്രോബ്ലംസ് ആയിരുന്നു, പലതും പല വഴിക്കായിരുന്നു. ചിലത് ലാർജ് ആകും, ചിലത് സ്മോൾ ആകും, അല്ലെങ്കിൽ ചിലത് അഡാപ്റ്റ് ആകത്തില്ല, കളറുമായിട്ട് അഡാപ്റ്റ് ആകുന്നില്ല, അങ്ങനെയുള്ള ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഇപ്പം സ്റ്റേബിൾ ആയിട്ടുണ്ട്. വളരെ ഫാസ്റ്റായിട്ട് നമ്മൾ കൊടുക്കുന്ന ഓരോ ക്ലിക്കിനനുസരിച്ച് ആ ഒരു അഡാപ്റ്റേഷൻ അല്ലെങ്കിൽ ചേഞ്ചസ് സംഭവിക്കുന്നുണ്ട്. യാതൊന്നും മാറാതിരിക്കുന്നില്ല. ആ ഒരു കസ്റ്റമൈസേഷൻ ഓപ്ഷൻ ഇപ്പം ഫുൾ ത്രോട്ടിൽ വർക്കാകുന്നുണ്ട്. അപ്പോൾ ആ സ്റ്റെബിലിറ്റിയാണ്, OSൻ്റെ സ്റ്റെബിലിറ്റി ബെറ്റർ ആയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളുടെ സിറീനെ ഇൻവോക്ക് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ആനിമേഷൻ അതും ബെറ്റർ ആയിട്ടുണ്ട്, ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ പെർഫോമൻസ് ആൻഡ് ബാറ്ററിയിലേക്ക് വരുമ്പോൾ ബാറ്ററി നല്ലതാണെന്ന് ഞാൻ പറയുന്നില്ല, എന്നാൽ അത്ര മോശമല്ല. പ്രീവിയസ് ബീറ്റ അപ്ഡേറ്റിനേക്കാൾ കുറച്ചും കൂടെ ബെറ്റർ ആണ്. സോ അതുകൊണ്ട് തന്നെ ബാറ്ററി ബാക്കപ്പ് ഇനിയും ഇമ്പ്രൂവ് ചെയ്യാനുണ്ട്.
അത് അത്ര സ്റ്റേബിൾ ആയിട്ടില്ല, എന്നാൽ പ്രീവിയസ് ബെയ്റ്റേക്കാൾ ബെറ്റർ ആണ്. ആൻഡ് പെർഫോമൻസിലേക്ക് വരുമ്പോൾ ഞാൻ പറഞ്ഞു ഇപ്പം മൊത്തത്തിൽ ഡിവൈസ് ഓവറോൾ ആ ഒരു സ്റ്റെബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഇതൊക്കെയാണ് iOS 18.1 വന്നിരിക്കുന്ന പുതിയ ഫീച്ചേഴ്സ് ആൻഡ് ചേഞ്ചസ്. അപ്പോൾ വീഡിയോയുടെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ ബെയ്റ്റയിലാണ്, പബ്ലിക് ബെയ്റ്റയോ ഡെവലപ്പർ ബെയ്റ്റയിലാണ് നിങ്ങളുടെ ഡിവൈസ് റണ്ണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് പബ്ലിക് റിലീസിലേക്ക് മാറ്റാൻ സാധിക്കും. യാതൊരു പ്രശ്നങ്ങളും ഇല്ലാതെ നിങ്ങളുടെ ഫോട്ടോയോ വീഡിയോയോ ഡേറ്റാസോ ഒന്നും തന്നെ പോകാതെ നിങ്ങൾക്ക് ക്ലീൻ ആയിട്ട് ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും പോയി നമ്മൾ ലൈക്ക് ബട്ടൺ സ്മാഷ് ചെയ്യുക. സോ വൺസ് അഗൈൻ ദിസ് ഇസ് മീ മിലൻ. Catch you guys in the next video. Till then, peace.